അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വെറും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോൺഗ്രസ് ഈ അടുത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ടീം UDF ആയി നിന്നുകൊണ്ട് തങ്ങളുടെ ശക്തി തെളിയിച്ചു കഴിഞ്ഞതാണ്. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുൻപേ തന്നെ പാർട്ടിക്കകത്ത് വലിയ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ട് സണ്ണി ജോസഫിനെ പോലെ ജനപ്രീതിയും കഴിവും പ്രാപ്തിയുമുള്ള ഒരു നേതാവിനെ ഇറക്കിക്കൊണ്ടാണ് അഴിച്ചുപണി പൂർത്തിയാക്കിയതും ശക്തി തെളിയിച്ചതും. അതിനുശേഷം മുന്നണി വിപുലീകരണത്തിലേക്ക് ജോസ് കെ മാണിയെ പോലെയുള്ള പാർട്ടികൾക്ക് മുന്നിൽ വാതിൽ തുറന്നിട്ടു അടൂർ പ്രകാശ് എന്ന UDFന്റെ കൺവീനർ. അങ്ങനെ പല പദ്ധതികളും രൂപീകരിച്ചു. അൻവർ എന്ന വിഷയമൊക്കെ കോൺഗ്രസിനെ ഒരിടയ്ക്ക് പ്രതിസന്ധിയിലാക്കിയിരുന്നു. എങ്കിലും പിന്നീട് ഒന്നും കോൺഗ്രസിനെ ഏഷിയില്ല. ഇവിടെയൊക്കെ കോൺഗ്രസ് കരുത്ത് കാട്ടാൻ സാധിച്ചപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുന്ന വാർത്തയ്ക്ക് മുന്നിൽ ഇന്നിപ്പോൾ ഉത്തരം നൽകേണ്ടി വന്നു. സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റേണ്ട അവസ്ഥാവിശേഷം വരെ ഉണ്ടായി. പ്രത്യേകിച്ച് മാങ്കൂട്ടം വിഷയത്തിൽ KPCC മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കാനുള്ള കരുതി കൂട്ടിയ മാധ്യമ പ്രവർത്തന വാർത്തകൾക്ക് മുന്നിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടി തന്നെ വരികയാണ്. കാരണം മറുപടി കൊടുക്കൽ നിർബന്ധിതമായ തരത്തിലുള്ള വളച്ചൊടിക്കൽ വാർത്തകൾ പൊടിപ്പും തുങ്ങലും ചേർത്ത് പടച്ചുവിടുകയാണ് കോൺഗ്രസ് വിരുദ്ധ ചാനലുകൾ. എന്നാൽ അതേസമയം കേരളത്തിലെ കോൺഗ്രസിന്റെ മികച്ച പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്നും നയിക്കാൻ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന സമയത്ത് പ്രിയങ്ക കേരളത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അവിടെ രാഹുലിനെ തേടി 30 കത്തുകൾ എത്തുന്നുണ്ട്. അബിൻ വർക്കിക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിൽ ഒരു വിഭാഗം ചരടുവലി നടത്തിയതിന്റെ കത്തുകൾ. അബിനെ തഴയരുതെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് 30 സംസ്ഥാന ഭാരവാഹികളാണ് കത്തയച്ചത്. സമുദായ സന്തുലിതം ചൂണ്ടിക്കാട്ടി ചെരുപ്പിനത്ത് കാല് മുറിക്കരുത് എന്നാണ് കത്തിൽ കൃത്യമായി അടിവരയിട്ട് പറയുന്നത്. കത്തയച്ചവരിൽ 3 ജില്ലാ അധ്യക്ഷന്മാരും ഉൾപ്പെടുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് ഇതിൽ നിർണായകമാവുക. രാഹുൽ മാങ്കൂട്ടത്തിലിന് പകരക്കാരനെ തേടുമ്പോൾ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലാണ് പ്രധാന പരിഗണനയിലുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 1,60,000-ഓളം വോട്ട് അബിൻ വർക്കി നേടിയിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ അബിൻ വർക്കിക്കെതിരെ രാഹുൽ അനുകൂലികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അബിൻ വർക്കിയെ കട്ടപ്പയാക്കിയായിരുന്നു വിമർശനം. തോളിൽ കൈയിട്ട് നടന്നവന്റെ കുത്തിന് ആഴമേറുമെന്നായിരുന്നു വിമർശനം. രാഹുലിനെതിരായ നീക്കത്തിനു പിന്നിൽ മാധ്യമങ്ങളും CPM-ഓ BJP-യോ അല്ല, നമുക്കിടയിലുള്ള കട്ടപ്പന്മാർ എന്നും വിമർശനം ഉയർന്നു. ഇത്തരത്തിൽ ഓരോ ദിവസവും കോൺഗ്രസിന് പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ചില നീക്കുപോക്കുകൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉണ്ടോ എന്നുള്ളതും സംശയിക്കേണ്ടതാണ്. എന്നാൽ ഇതിനെയൊക്കെ ആളിക്കത്തിക്കാനാണ് ഓരോ മാധ്യമങ്ങളും ശ്രമിക്കുന്നത്.